ഹായ് എവരിവൺ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 സുവോളജിയിലെ ഓജനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി സ്പെർമറ്റോജെനസിസ് പഠിച്ചു കഴിഞ്ഞു. സ്പെർമറ്റോജെനസിസ് പഠിക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, പക്ഷേ ഓജനസിസ് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഓജനസിസ് എന്ന പാർട്ട് വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും എന്നാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ഒന്നും തന്നെ വരാത്ത രീതിയിലുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓജനസിസ് നോക്കാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് ഓജനസിസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓജനസിസ് എന്ന് പറയുന്ന പ്രോസസ്. ഓജനസിസ് എന്ന് പറയുന്നത് ഓവറിയിൽ നിന്നും ഫീമെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫീമെയിൽ ഗാമീറ്റ്സ് ഓർ ഓവത്തിന്റെ പ്രൊഡക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഓജനസിസ്. എവിടെയാണ് ഇത് നടക്കുക? ഓവറീസിൽ. ഡെഫിനറ്റ്ലി ഓവറീസിലാണ് ഓജനസിസ് നടക്കുന്നത്. സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽസ് പ്യൂബർട്ടി എത്തുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഓജനസിസ് എന്ന് പറയുന്ന പ്രോസസ് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫീറ്റൽ സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ ഓവത്തിന്റെ പ്രൊഡക്ഷൻ ഫീമെയിൽസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. പക്ഷെ നമുക്കറിയാം ഓവുലേഷൻ ഒക്കെ തുടങ്ങുന്നത് പ്യൂബർട്ടി സ്റ്റേജിലാണ്. അപ്പൊ ഇത്രയും വർഷങ്ങൾ എടുത്ത് മാത്രം പൂർത്തിയാവുന്ന ഒരു പ്രോസസ്സാണ് ഓജനസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് പഠിക്കുമ്പോൾ പലർക്കും പല കൺഫ്യൂഷൻസും വരുന്നത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിലെ സ്റ്റെപ്സിലൂടെ കടന്നു പോവാം. അപ്പൊ ഫീറ്റൽ സ്റ്റേജിൽ എന്ത് നടക്കുന്നു, അതായത് ബിഫോർ ബർത്ത് എന്താണ് ഓജനസിസിന്റെ പാർട്ട് എന്ന് നമുക്ക് നോക്കാം. ഫീറ്റൽ ഓവറിയിൽ കാണുന്ന പ്രൈമോഡിയൽ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊഗോണിയ. നോർമൽ ആയിട്ടുള്ള ഡിപ്ലോയിഡ് സെൽസ് ആണ്. 46 ക്രോമസോംസ് ആയിരിക്കും ഉള്ളത്. ഈ സെൽസ് ആണ് പിന്നീട് ഫീമെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ പ്രൈമറി സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊഗോണിയ. ഊഗോണിയ ഫസ്റ്റ് അണ്ടർഗോ ചെയ്യുന്ന പ്രോസസ്സാണ് മൈറ്റോസിസ്. സ്പെർമറ്റോജെനസിസിൽ നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചത്. ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. ലൈക്ക്വൈസ് oogonia undergoes mitosis to form primary oocytes. പ്രൈമറി oocytesന്റെ പ്ലോയിഡി അപ്പൊ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ക്രോമസോം നമ്പർ 46 തന്നെയായിരിക്കും. അങ്ങനെ ഊഗോണിയയിൽ നിന്നും ഫോം ചെയ്യുന്ന ഫസ്റ്റ് സെൽ പ്രൈമറി oocytes. ഇനി നോർമലി സ്പെർമറ്റോജെനസിസിന് അനുസരിച്ച് ഇത് എന്താണ് ഇനി ഇതിന് വരേണ്ട നെക്സ്റ്റ് ചേഞ്ച്? മിയോസിസിലേക്ക് എൻ്റർ ചെയ്യണം. സോ പ്രൈമറി oocytes undergo മിയോസിസ് 1. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. This cell is not at all completing the meiotic division after its formation. അതായത് ജസ്റ്റ് മിയോസിസിൽ എൻ്റർ ചെയ്യുന്നു, പക്ഷേ പ്രോഫേസ് 1 എത്തുമ്പോൾ അതിന്റെ ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പ്രോഫേസ് 1 എത്തുമ്പോൾ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. പിന്നീട് ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു ഗേൾ പ്യൂബർട്ടി എത്തുമ്പോൾ മാത്രമാണ്. അപ്പൊ അത്രയും സമയം സ്ട്രക്ചറൽ ചേഞ്ചസ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നോ ന്യൂക്ലിയർ ഡിവിഷൻസ്. ഓക്കെ, അപ്പോ ഊഗോണിയ മൈറ്റോസിസ് പെർഫോം ചെയ്യുന്നു, പ്രൈമറി oocyte ആവുന്നു. പ്രൈമറി oocyte പ്രോഫേസ് 1 എത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഇനി എന്തായിരിക്കും നടക്കുന്നത്? പ്യൂബർട്ടി സ്റ്റേജിൽ അതായത് പ്യൂബർട്ടി സ്റ്റേജിലായിരിക്കും മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോ ആ സ്റ്റേജിൽ എന്താണ് ഈ ഡിവിഷന് ബാക്കി നടക്കുന്നത് നോക്കാം. പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ FSHന്റെ റിലീസ് കൂടും. FSH അറിയാലോ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗൊണാഡോട്രോഫിൻ ആണ് FSH. അതിന്റെ ഇൻഫ്ലുവൻസിൽ ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. അതായത് ഓൾറെഡി പ്രോഫേസ് 1 സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിവിഷൻ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുമ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ഏത് സെല്ല് ഫോം ചെയ്യും? മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി oocyte സെക്കൻഡറി oocyte ആയിട്ട് മാറുന്നു. അപ്പോൾ ആലോചിക്കണം, ഇത് മിയോട്ടിക് ഡിവിഷൻ ആണ്. ക്രോമസോം നമ്പർ 1/2 ആവും. ഓൾറെഡി പ്രൈമറി oocyte എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെല്ലായിരുന്നു. മൈറ്റോട്ടിക് ഡിവിഷൻ കഴിയുന്ന സമയത്ത് മിയോട്ടിക് ഡിവിഷൻ കഴിയുന്ന സമയത്ത് ഇറ്റ് വിൽ ബിക്കം ഹാപ്ലോയിഡ്, അതായത് ക്രോമസോം നമ്പർ 23 ആയിട്ട് മാറും. ഇനി ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ മിയോട്ടിക് ഡിവിഷന്. ഇറ്റ് ഇസ് അൺഈക്വൽ ഡിവിഷൻ. അൺഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് സെല്ലും ഒരു സ്മോളർ സെല്ലും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
മിയോസിസ് 1 കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലാർജ് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി oocyte. സ്മോളർ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് പോളാർ ബോഡി. ഫസ്റ്റ് പോളാർ ബോഡി ഈസ് നോൺ ഫങ്ഷണൽ, സോ ഇറ്റ് വിൽ അണ്ടർഗോ ഡിസിന്റഗ്രേഷൻ. വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. പിന്നീട് സെക്കൻഡറി oocyte ആണ് അതിന്റെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്താന്ന് നോക്കാം. ഓവുലേഷൻ. പ്യൂബർട്ടി ടൈമില് മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഓവുലേഷൻ, അല്ലെ? ഓവുലേഷനിൽ എന്തായിരിക്കും നടക്കുന്നത്? ഈ സെക്കൻഡറി oocyte മിയോസിസ് 2 പെർഫോം ചെയ്യും. മിയോസിസ് 2ലേക്ക് എൻ്റർ ചെയ്യും. പക്ഷേ അത് മെറ്റാഫേസ് 2 എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. മിയോസിസ് 1 എന്ന് പറയുന്നത് പ്രോഫേസ് 1ല് സ്റ്റോപ്പ് ചെയ്തു നമുക്കറിയാം. മിയോസിസ് 2 ആവുമ്പോൾ അത് മെറ്റാഫേസ് 2 എത്തുമ്പോഴേക്കും അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി ഓവുലേഷൻ സമയത്ത് ഈ സെക്കൻഡറി oocyte ആണ് റിലീസ് ചെയ്യപ്പെടുന്നത്. എന്താണ് ഓവുലേഷൻ എന്ന് പറഞ്ഞാല്? റിലീസ് ഓഫ് ഓവം എന്ന് നമ്മൾ പറയും. അപ്പൊ ഓവം എന്ന് പറഞ്ഞ് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന സെല്ല് ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് ദി സെക്കൻഡറി oocyte. ഓക്കെ, അപ്പൊ സെക്കൻഡറി oocyteന്റെ പ്ലോയിഡി മറക്കരുത്, ഹാപ്ലോയിഡ് ആണ്, 23 ക്രോമസോം. ഇതാണ് ഓവുലേഷൻ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ഈ മിയോട്ടിക് ഡിവിഷൻ 2 അത് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ സെക്കൻഡറി oocyte മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി oocyte ഡീജനറേറ്റ് ചെയ്ത് പോകും. മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി oocyte വിൽ കംപ്ലീറ്റ് ദ മിയോട്ടിക് ഡിവിഷൻ 2. മിയോട്ടിക് ഡിവിഷൻ 2 അൺഈക്വൽ ഡിവിഷൻ ആണ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ലാർജർ സെൽ കോൾഡ് ഫീമെയിൽ ഗാമീറ്റ് ഓർ ഓവം. ഇറ്റ് ഇസ് എ ഫങ്ഷണൽ സെൽ ആൻഡ് എ സ്മോളർ വൺ കോൾഡ് സെക്കൻഡ് പോളാർ ബോഡി. ഇവിടെയും സെക്കൻഡ് പോളാർ ബോഡിക്ക് ഫംഗ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഫോം ചെയ്ത ഉടനെ തന്നെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോവും. കൂടെ ഉണ്ടാവുന്ന ലാർജർ സെല്ലാണ് ഓവം ഓർ ഫീമെയിൽ ഗാമീറ്റ്. അപ്പൊ ഇവിടെയും പ്ലോയിഡി എന്തായിരിക്കും? ഓവത്തിന്റെ ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം മിയോട്ടിക് ഡിവിഷൻ 2 കഴിഞ്ഞാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ സെയിം ക്രോമസോം നമ്പർ ആയിരിക്കും സെക്കൻഡറി oocyteന്റെ, സെയിം ക്രോമസോം നമ്പറും സെയിം പ്ലോയിഡി ആയിരിക്കും ഫീമെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ ഓവത്തിനും ഉണ്ടാവുക. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ സെക്കൻഡറി oocyte മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇത്രയാണ് oogenesis നടക്കുന്നത്. ഇനി നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിട്ട് മനസ്സിലാവാനായിട്ട്, ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. For oogenesis, it is a process of production of female gamete which is occurring inside the ovary. അല്ലെ? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? at the embryonic stage itself. അപ്പൊ ഫീറ്റൽ എംബ്രിയോയിൽ കാണുന്ന ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഊഗോണിയ. 46 ക്രോമസോംസ് ആയിരിക്കും. ഊഗോണിയയിൽ നടക്കുന്ന ഫസ്റ്റ് പ്രോസസ് ആണ് മൈറ്റോസിസ്. അപ്പൊ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഇൻക്രീസ് ചെയ്യും. പക്ഷേ ക്രോമസോം നമ്പറോ പ്ലോയിഡിയോ ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ ഊഗോണിയയിൽ നിന്ന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഫോം ചെയ്യുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി oocyte. ഡിപ്ലോയിഡ് ആയിരിക്കും, 46 ക്രോമസോംസ് ആയിരിക്കും. ഇനി പ്രൈമറി oocyte begins to perform meiosis 1. അല്ലെ? കണ്ടിന്യൂ ചെയ്യുന്നില്ല, ജസ്റ്റ് മിയോസിസ് 1ലേക്ക് എൻ്റർ ചെയ്യുന്നു. പ്രോഫേസ് 1ൽ എത്തുമ്പോൾ അതിന്റെ ഡിവിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഡിവിഷൻ എപ്പോഴാണ് ഇനി കണ്ടിന്യൂ ചെയ്യുന്നത്? whenever the girl become adult or puberty സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ പ്രൈമറി oocyte ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചുറ്റി ഒരു സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലാർ സെൽസ് ഫോം ചെയ്യും. അപ്പൊ നമ്മൾ അതിനെ പ്രൈമോഡിയൽ ഫോളിക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, പ്രൈമറി oocyte അതിനു ചുറ്റും ഒരു സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലാർ സെൽസ്, ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമോഡിയൽ ഫോളിക്കിൾ. ഇനി പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗൊണാഡോട്രോഫിൻസിന്റെ റിലീസ് ഒക്കെ കൂടും. അങ്ങനെ FSHന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ പ്രൈമറി oocyte മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. അതായത് മിയോസിസ് 1. ഇവിടെ മിയോസിസിന് ഒരു പ്രത്യേകത ഉണ്ട്. മിയോസിസ് ഡിവിഷൻ എന്താന്ന് പറഞ്ഞത്? ഇറ്റ് ഇസ് അൺഈക്വൽ, അല്ലെ? സോ ദർ വിൽ ബി എ ലാർജർ സെൽ ആൻഡ് എ സ്മോളർ വൺ. ലാർജർ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി oocyte. മിയോട്ടിക് ഡിവിഷൻ ആയതുകൊണ്ട് പ്ലോയിഡി, ഹാപ്ലോയിഡ് ആയിരിക്കും, 23 ക്രോമസോംസ് ആയിരിക്കും. അതിന്റെ കൂടെ ഫോം ചെയ്യുന്ന സ്മോളർ സെല്ലാണ് ഫസ്റ്റ് പോളാർ ബോഡി. സിൻസ് ഇറ്റ് ഇസ് നോൺ ഫങ്ഷണൽ, ഇറ്റ് വിൽ അണ്ടർഗോ ഡീജനറേഷൻ. അങ്ങനെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി സെക്കൻഡറി oocyteന് ഇനി അടുത്ത മിയോട്ടിക് ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യണം. അതായത് അടുത്ത മിയോട്ടിക് ഡിവിഷൻ, അതായത് മിയോസിസ് 2.
അതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോ ആ സമയത്ത് ഇതും പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നില്ല. ഈ സെക്കൻഡറി ഊസൈറ്റിന് ഒരുപാട് സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതായത് ഈ ഊസൈറ്റിനെ ചുറ്റി ഒരുപാട് സെൽ ലെയേഴ്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഇത് ഡിഫറെന്റ് ഫോളിക്കുലാർ ഫോംസിലൂടെ കടന്നു പോകുന്നു. ആ ഫോളിക്കുലാർ ഫോംസിന്റെ പേരാണ് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടേർഷറി ഫോളിക്കിൾ ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ് ഏറ്റവും ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ മെച്യൂർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ നടക്കുന്ന സമയത്ത്, പ്യൂബർട്ടി സ്റ്റേജിലാണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏത് സെല്ലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? സെക്കൻഡറി യൂസൈറ്റ് ആണ്. സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു. ഇനി സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇനി അതിന് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ സെക്കൻഡറി യൂസൈറ്റ് മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്ത് ലാർജർ സെല്ലായിട്ടുള്ള ഓവം, സ്മോളർ സെല്ലായിട്ടുള്ള സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യും. ഓവത്തിനെയാണ് നമ്മൾ ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സെക്കൻഡറി യൂസൈറ്റ് അതേപോലെ ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇത്രയാണ് oogenesis എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ ആദ്യം അതിന്റെ തിയറി പാർട്ടൊക്കെ പഠിക്കുക. അതിനുശേഷം അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രം കൊടുത്തിട്ടുള്ളത് നോക്കി അതിന്റെ ക്രോമസോം നമ്പറും ഫ്ലോയിഡിയൊക്കെ ഒന്നും കൂടെ മനസ്സിരുത്തി പഠിച്ചു വെക്കാം. അപ്പൊ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ തരത്തിലാണ് ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ക്യുക്കായിട്ട് തന്നെ അതിന്റെ എല്ലാ ആസ്പെക്ട്സും നമുക്ക് കാണാൻ പറ്റും. അതായത് മിയോസിസ്, oogenesis നടക്കുന്ന പല പല സ്റ്റേജസ്, ഫീറ്റൽ സ്റ്റേജില്, മെച്യൂരിറ്റി സ്റ്റേജില്, അതുപോലെ ഫെർട്ടിലൈസേഷൻ സമയത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോസസ്സസ് ആണ് നടക്കുന്നതെന്ന് ഈ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വീഡിയോ കൊണ്ട് മനസ്സിലാക്കി അതിന്റെ കൂടെ തന്നെ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുകയും ചെയ്യാം. എപ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് നടക്കുന്നത്? ഫീറ്റൽ സ്റ്റേജിലാണ് അല്ലെ? അതായത് ബിഫോർ ബർത്ത് ഫീറ്റസ് ഓവറിയിലാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് നടക്കുന്നത്. ഊഗോണിയാണ് ഇവിടെ ഒറിജിനൽ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സെൽ എന്ന് പറയുന്നത്. ഡിപ്ലോയിഡ് ആണ്, 46 ക്രോമസോംസ് ആണ്, നിങ്ങൾക്ക് അറിയാം. ഇനി ഇതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാനായിട്ട് അത് ഏത് ഡിവിഷൻ പെർഫോം ചെയ്യണം? മൈറ്റോട്ടിക് ഡിവിഷൻ പെർഫോം ചെയ്യണം. അങ്ങനെ ഊഗോണിയ മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് എന്തായിട്ട് മാറും? പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറും. ഇനി പ്രൈമറി യൂസൈറ്റിനെ ചുറ്റി ഒരു സിംഗിൾ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഫോം ചെയ്യും. അങ്ങനെ അത് പ്രൈമോഡിയൽ ഫോളിക്കിൾസ് ആയിട്ട് മാറും. ഇനി ഫീമെയിൽസിന്റെ ഒരു പ്രത്യേകതയാണ് നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. ബർത്തിന്റെ സമയത്ത് എത്ര ഫോളിക്കിൾസ് ആണോ നമ്മുടെ ഫീറ്റൽ ഓവറിയിൽ ഉള്ളത് അത് മാത്രമേ ജീവിതകാലം മൊത്തം നമ്മുടെ ഓവറിയിൽ ഉണ്ടാവുള്ളൂ. ജനനത്തിന് ശേഷം, ബർത്തിന് ശേഷം പിന്നീട് ഊഗോണി ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല. ഏകദേശം 1 to 2 മില്യൺ പ്രൈമറി ഊസൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ഓവറീസിൽ പ്രസന്റ് ആയിരിക്കുക. ഇനി അതിനുശേഷം പിന്നീട് പുതിയതൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേജ്, അതായത് ചൈൽഡ്ഹുഡ് ടു പ്യൂബർട്ടി. ഈ സ്റ്റേജിൽ എന്താണ് നമ്മുടെ ഓവറിയിൽ നടക്കുന്നത്? ഗ്രോത്ത് ഫേസ് ആണ്. അതായത് ഫോളിക്കിൾസിന്റെ ഗ്രോത്ത് ഫേസ് ആണ് നടക്കുക. അതായത് നമുക്കറിയാം പ്രൈമറി യൂസൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഡിവിഷൻ പ്രോഫേസ് 1 വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ പ്രൈമറി ഊസൈറ്റ്സ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിന്റെ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ, പുതിയതായിട്ട് യാതൊരു ഊസൈറ്റ്സും ബർത്തിന് ശേഷം ഉണ്ടാവുന്നില്ല. ഇനി തേർഡ് ഫേസ്, മെച്ചുറേഷൻ ഫേസ്, അതായത് പ്യൂബർട്ടി മുതൽ മെനോപോസ് വരെയുള്ള സ്റ്റേജിൽ ഓവറിയിൽ എന്ത് നടക്കുന്നു എന്നാണ് പറയുന്നത്. മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോപ്പേജ് ഓഫ് മെൻസ്ട്രേഷൻ അല്ലെ? ഫീമെയിൽസിലെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയാം. മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മെനോപോസ്. അപ്പൊ പ്യൂബർട്ടി മുതൽ മെനോപോസ് വരെയുള്ള സ്റ്റേജിനെയാണ് നമുക്ക് മെച്ചുറേഷൻ ഫേസ് എന്ന് വിളിക്കാൻ പറ്റുക. അപ്പൊ മെച്ചുറേഷൻ ഫേസിൽ എന്താണ് നടക്കുന്നത്? മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടണം അല്ലെ? അതായത് പ്രൈമറി ഊസൈറ്റ് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓവുലേഷൻ സമയത്ത് അത് ന്യൂക്ലിയസ് റിലീസ് ചെയ്യപ്പെടും. ഇനി മിയോസിസ് 1 എന്ന് പറയുന്നത് അൺഈക്വൽ ഡിവിഷൻ ആണെന്ന് അറിയാം. അപ്പൊ സെക്കൻഡറി ഊസൈറ്റും അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് പോളാർ ബോഡിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. പോളാർ ബോഡി അപ്പൊ തന്നെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അടുത്ത നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്തിനായിരിക്കാം ഈ പോളാർ ബോഡി പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പോളാർ ബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രോമസോം നമ്പർ ഹാഫ് ആവില്ല അല്ലെ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് അൺഈക്വൽ ഡിവിഷൻ ആയിട്ട് നടക്കുന്നത്?
നമുക്കറിയാം മെയിൽ ഗാമീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീമെയിൽ ഗാമീറ്റ് എന്ന് പറയുന്നത് ലാർജർ സൈസ് ആണ്. ഇറ്റ് ഇസ് ഹാവിംഗ് ലോട്ട് ഓഫ് സൈറ്റോപ്ലാസം. അപ്പൊ ഇവിടെ അൺഈക്വൽ ഡിവിഷൻ നടക്കുന്നത് കൊണ്ട് ആ ലാർജർ സെല്ലിന് മെജോറിറ്റി ഓഫ് സൈറ്റോപ്ലാസം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് മിയോട്ടിക് ഡിവിഷനും ഇവിടെ അൺഈക്വൽ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അതായത് സൈറ്റോപ്ലാസത്തിനെ കൺസേർവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഈ അൺഈക്വൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി മിയോട്ടിക് ഡിവിഷൻ 2 കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. മിയോട്ടിക് ഡിവിഷൻ 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടന്നെങ്കിൽ മാത്രമേ സെക്കൻഡറി യൂസൈറ്റ് മിയോസിസ് 2 നടന്നിട്ട് ഓവം ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി സെക്കൻഡ് പോളാർ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡറി യൂസൈറ്റ് അങ്ങനെ തന്നെ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഒരു ഹ്യൂമൻ ഫീമെയിൽ അവളുടെ ലൈഫ് ടൈമിൽ എത്ര ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എബൌട്ട് 400 to 500 ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് oogenesis എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി oogenesisൽ നമുക്ക് കുറെ ഫോളിക്കുലാർ സ്റ്റേജസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് ഇത്രയും വലിയ ഒരു പ്രോസസ്സാണ് oogenesis. എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെനോപോസ് വരെ നീളുന്ന ഒരു പ്രോസസ്സാണ് oogenesis എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിന് അല്ലെങ്കിൽ oocyteന് വരുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് ഫോളിക്കിൾസ് എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഓരോ ഫോളിക്കിൾസിന്റെയും പ്രത്യേകത അറ്റേ ഗ്ലാൻസ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓക്കെ, അപ്പൊ ഓരോ ഫോളിക്കിളിനകത്തും ഏത് ന്യൂക്ലിയസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്, പിന്നെ അതില് ചുറ്റിക്കാണുന്ന ലെയേഴ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് ബോഡി ക്യാവിറ്റി ഉണ്ടോ, അതുപോലെ അതിന്റെ സൈസും സ്ട്രക്ചറും എന്തൊക്കെയാണ്, ഏത് സ്റ്റേജിലാണ് ഈ ഫോളിക്കിൾസ് ഫോം ചെയ്യുന്നത്, അങ്ങനെ എല്ലാ ഫോളിക്കിൾസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് പ്രൈമറി യൂസൈറ്റ് നോക്കാം. പ്രൈമറി യൂസൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള 46 ക്രോമസോം ഉള്ള സെല്ലായിരിക്കും. അതിനകത്ത് കാണുന്ന ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? oocyte ആയിരിക്കും അല്ലെ. എത്ര ലെയേഴ്സ് ഉണ്ടായിരിക്കും അതിനു ചുറ്റും? സിംഗിൾ ലെയർ ഓഫ് ഫോളിക്കുലാർ സെൽസ്. ആൻഡ്രം എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി പ്രൈമറി ഫോളിക്കിളിൽ ആബ്സെന്റ് ആയിരിക്കും. തീക്ക ലെയേഴ്സ് ആബ്സെന്റ് ആയിരിക്കും. സൈസ് ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്മോൾ സൈസ്ഡ് ആയിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. ഏത് സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഏർലി ഫോളിക്കുലാർ സ്റ്റേജിലാണ് അത് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിളിനകത്ത് ഏത് ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് oocyte ആയിരിക്കും ഉണ്ടാവുക? പ്രൈമറി oocyte ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും, 46 ക്രോമസോംസ് ആയിരിക്കും. ഫോളിക്കുലാർ ലെയേഴ്സ് എത്ര എണ്ണം ഉണ്ടാവും? 2 or more ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ്രം എന്ന് പറയുന്നത് ആബ്സെന്റ് ആയിരിക്കും. തീക്ക ലെയേഴ്സ് ഫോം ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അതായത് ഉണ്ടാവില്ല. തീക്ക ലെയേഴ്സ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. സൈസ് ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പ്രൈമറി ഫോളിക്കിൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ സൈസ് ആയിരിക്കും, മൾട്ടി ലെയേർഡ് ആയിരിക്കും. എപ്പോഴാണ് അത് ഫോം ചെയ്യുന്നത്? മിഡ് ഫോളിക്കുലാർ ഫേസിൽ. ഇനി അടുത്തത് ടെർഷ്യറി ഫോളിക്കിൾ. ടെർഷ്യറി ഫോളിക്കിളിനകത്ത് ഉള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ oocyte എന്ന് പറയുന്നത് സെക്കൻഡറി oocyte ആണ്. സെക്കൻഡറി oocyte മിയോട്ടിക് ഡിവിഷൻ 1 കഴിഞ്ഞ് ഫോം ചെയ്യുന്നത് കൊണ്ട് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി ഫോളിക്കുലാർ ലെയേഴ്സ് എന്ന് പറയുന്നത് മെനി ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ്, അതേപോലെ തന്നെ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയിട്ടുള്ള ആൻഡ്രം പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ആൻഡ്രം ഡെവലപ്പ് ചെയ്യുന്ന ഫോളിക്കിളിന്റെ പേര് മറക്കണ്ട, ടെർഷ്യറി ഫോളിക്കിൾ. ഇനി എന്താണ് ഈ ആൻഡ്രം എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. ഓക്കെ, ടെർഷ്യറി ഫോളിക്കിളിനകത്ത് കാണുന്ന ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിക്കാണ് നമ്മൾ ആൻഡ്രം എന്ന് പറയുന്നത്. ഇനി തീക്ക ലെയേഴ്സിന്റെ പ്രത്യേകത എന്താണ്? തീക്ക ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു തീക്ക ഇന്റേണ ആൻഡ് തീക്ക എക്സ്റ്റേണ. രണ്ട് ഡിസ്റ്റിങ്ക്ട് ലെയേഴ്സ് ആയിട്ടായിരിക്കും തീക്ക കാണുന്നത്. എക്സ്റ്റേണൽ ലെയറിനെ നമ്മൾ തീക്ക എക്സ്റ്റേണ എന്നും ഇന്റേണൽ ലെയറിനെ തീക്ക ഇന്റേണ എന്നും വിളിക്കും. സൈസ് ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലാർജർ സൈസ്ഡ് ആയിരിക്കും. വിസിബിൾ ആയിട്ടുള്ള ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി ഉണ്ടായിരിക്കും. ഏത് സമയത്തായിരിക്കും ഫോം ചെയ്യുന്നത്? ലേറ്റ് ഫോളിക്കുലാർ സ്റ്റേജിലായിരിക്കും ടെർഷ്യറി ഫോളിക്കിൾ ഫോം ചെയ്യുക. ഇനി ഫൈനലി ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ മെച്യൂർ ഫോളിക്കിൾ ആണ്. അതിനകത്ത് കാണുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ oocyte എന്ന് പറയുന്നത് സെക്കൻഡറി oocyte, ഹാപ്ലോയിഡ് വിത്ത് 23 ക്രോമസോംസ്. ഇറ്റ് ഈസ് റെഡി ഫോർ ഓവുലേഷൻ അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മെച്യൂർ ഫോളിക്കിൾ എന്ന് പറയുന്നത്.
ഇനി ഇതിലെ സെൽ ലേയേഴ്സ് എങ്ങനെയാണ്? വെൽ ഓർഗനൈസ്ഡ് ഗ്രാനുലോസ ലേയേഴ്സ് കാണും. കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയർ പ്രസന്റ് ആയിരിക്കും. ലാർജ് സൈസ് ആയിരിക്കും. വെൽ ഡെവലപ്ഡ് ആൻഡ്ര നമുക്ക് കാണാം. തീക്ക എന്ന് പറയുന്നത് ഫുള്ളി ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. ലാർജസ്റ്റ് സൈസ് ആയിരിക്കും. മെച്യൂർ ഫോളിക്കിൾ ആണ്. ഇറ്റ് ഈസ് റെഡി ടു റപ്ചർ ടു റിലീസ് ഓവം അല്ലെ. ഇനി എപ്പോഴായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്? ഫൈനൽ പ്രീ ഓവുലേറ്ററി സ്റ്റേജ്. നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ ഓവുലേഷൻ സമയത്ത് സെക്കൻഡറി യൂസൈറ്റാണ് റിലീസ് ചെയ്യുന്നതെന്ന് അല്ലെ. അപ്പൊ അത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇത്രയാണ് ഫോളിക്കിൾസിന്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോട്ട് എഴുതാനും കൂടി ആയിട്ട് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തതാണ്. ക്ലാസ് കേൾക്കുക, അത് കേട്ടതിന് ശേഷം നോട്ട്സ് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോളിക്കിൾസിന്റെ ഫോർമേഷൻ, ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റി, സ്കീമാറ്റിക് ഡയഗ്രാം, ഓരോന്നിന്റെയും പ്ലോയിഡി, ക്രോമസോം നമ്പർ, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് oogenesis. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇതിന്റെ ബാക്കി പാർട്ട് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം. താങ്ക് യു.